ബൽദേവ് സച്ചിദാനന്ദൻ, ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, സമര പരിപാടികളൊക്കെ നടക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് അതിനെ ഡീൽ ചെയ്യുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ അതിൽ അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇത്തരം പദ്ധതികളെ കൊണ്ടുവരുന്ന കാര്യത്തിൽ സർക്കാരിൻ്റെ സമീപനത്തിലും നയത്തിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ താങ്കൾ നോക്കുമ്പോൾ? അത് വേണമല്ലോ, കാരണം അല്ലെങ്കിലും ഈ പദ്ധതികൾ വരുമ്പോൾ ഇനിയും സമരരംഗത്തേക്ക് ആൾക്കാരുണ്ടാകും. ഗോപീഷ്ണൻ, ഞങ്ങൾ ആരും പറയാത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. ഇവിടെ പല സംരംഭങ്ങളും തുടങ്ങുമ്പോൾ തടസ്സമായി നിൽക്കുന്നത് പരിസ്ഥിതിവാദികളാണ്. സാമൂഹ്യമായിട്ട് ചില പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്കറിയാം, ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ട പല പ്രോജക്റ്റുകളും കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയാതെ പോയത് പരിസ്ഥിതിവാദികളാണ്. ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് ന്യൂക്ലിയർ പ്രോജക്റ്റ് തുടങ്ങുന്നതിനുള്ള അനുവാദമുണ്ട്. അത് കേരളത്തിൽ തുടങ്ങുന്നതിന് ഇവിടുത്തെ പരിസ്ഥിതിവാദികൾ ഏറ്റവും കൂടുതൽ എതിരാണ്. കേരളത്തിൽ ന്യൂക്ലിയർ പ്രോജക്റ്റ് തുടങ്ങാൻ പാടില്ല. അപ്പോൾ അതിന് നല്ലൊരു വിഭാഗം ഇവിടെ അംഗീകരിക്കുന്നുണ്ട്, അതിന് അനുകൂലമായിട്ട് സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട മേരി ടീച്ചർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, IIM-ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരം. അത് വളരെ ചെറിയ കാര്യമൊന്നുമല്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ കേരളത്തിലേക്ക് വിദേശ നിക്ഷേപം വരുമ്പോൾ, വ്യവസായങ്ങൾ തുടങ്ങുമ്പോൾ ഇവിടുത്തെ വ്യവസായ സൗഹൃദ അന്തരീക്ഷം വളരെ പ്രധാനമായിട്ട് നോക്കും. ശ്രീ KVS ഹരിദാസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, നാഷണൽ ഹൈവേ ഡെവലപ്മെന്റ്. നാഷണൽ ഹൈവേയുടെ പണി ഏകദേശം അടുത്ത വർഷം ഈ സമയത്തേക്ക് പൂർത്തിയാവും. അതിന് കേരളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രണ്ടാം പിണറായി സർക്കാർ ഏകദേശം 6000-ഓളം കോടി രൂപ അതിന് കൊടുത്തിട്ടുണ്ട്. മൊത്തം ചെലവിന്റെ 4/1 സംസ്ഥാനം കൊടുക്കണമെന്നായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വികസന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയും നാഷണൽ ഹൈവേക്ക് വേണ്ടുന്ന നിയമങ്ങൾ വളരെ ഉദാരമാക്കി. നേരത്തെ നാഷണൽ ഹൈവേക്ക് വേണ്ടുന്ന മണല്, മെറ്റല് ഇതിനെല്ലാം പ്രത്യേക രീതിയിൽ കളക്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഏകജാല സംവിധാനത്തിലൂടെ അതിന്റെ പലതരത്തിലുള്ള കോൺട്രാക്ടർമാർക്ക് അതിന് ഓർഡർ കൊടുത്തു. അല്ലെങ്കിൽ എന്തായാലും നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം നടക്കത്തില്ല. കാരണം മണല് ലഭിക്കത്തില്ല, മെറ്റല് ലഭിക്കത്തില്ല, അതിന് വേണ്ടുന്ന അസംസ്കൃത പദാർത്ഥങ്ങൾ യാതൊന്നും ലഭിക്കത്തില്ല. ഇപ്പോൾ അന്നേരം തന്നെ വളരെ പെട്ടെന്ന് ജില്ലാ കളക്ടർമാർക്ക് അധികാരം കൊടുത്തു. അവിടെ മണലെടുത്ത് കൊടുക്കാനും മെറ്റല് കൊടുക്കുന്നതിനൊക്കെ വേണ്ടുന്ന അധികാരം പരിപൂർണമായിട്ട് ജില്ലാ കളക്ടർമാർക്ക് കൊടുത്തു. അതുകൊണ്ട് NH-ന്റെ പണി വളരെ വേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ വ്യവസായ സൗഹൃദ അന്തരീക്ഷം വളരെ കൂടുതലായിട്ട് മാറുന്നു. പിന്നെ സ്റ്റാർട്ടപ്പുകൾ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയത് 2021-24 കാലഘട്ടത്തിലാണ്. 2,90,000 സ്റ്റാർട്ടപ്പുകളാണ് തുടങ്ങിയത്. പിന്നെ ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്, ബിസിനസ് റിഫോം ആക്ഷൻ പ്ലാൻ ബാർപ്പ് അനുസരിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഈസ് ഓഫ് ഡൂയിങ് അല്ല നോക്കുന്നത്. ബാർപ്പ് അനുസരിച്ച് അതിലത്തെ 1ാമത്തെ പൊസിഷൻ ടോപ്പ് അച്ചീവറാണ്. ആ ടോപ്പ് അച്ചീവറിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ കുറെ കൂടെ നമ്മൾ അതിനകത്ത് ബുദ്ധിമുട്ടണം. അതിനകത്ത് ബഹുമാനപ്പെട്ട ശ്രീ രാജീവ് P. നായർ പറഞ്ഞതുപോലെ കോൺഗ്രസ് എന്നോ മറ്റു രാഷ്ട്രീയ പാർട്ടികളൊന്നും വ്യത്യാസമില്ലാതെ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ പറ്റൂ. ഇവിടെ ഒരു കാര്യം തുറന്ന് സമ്മതിക്കാണ്. കാരണം കേരളത്തിൽ പല വ്യവസായങ്ങൾക്ക് തടസ്സമായിട്ട് നിന്നിട്ടുള്ളത് ട്രേഡ് യൂണിയനാണ്. ആ ട്രേഡ് യൂണിയന്റെ ഒരു അതിപ്രസരം കേരളത്തിലുണ്ടായിരുന്നു. ആ അതിപ്രസരം മുതലാക്കി പല വ്യവസായ സൗഹൃദങ്ങളും വ്യവസായ പ്രസ്ഥാനങ്ങൾ നശിക്കുകയോ കേരളം വിട്ടു പോവുകയോ ചെയ്തിട്ടുണ്ട്. ആ ട്രേഡ് യൂണിയനുകളെ ഇപ്പോൾ ഗവൺമെന്റ് നിയന്ത്രിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ചില കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ ചില ട്രേഡ് യൂണിയൻ പ്രവർത്തകരെ അതിപ്രസരം കാണിക്കുന്നുണ്ട്. ഞാൻ ഒരു ബോർഡിന്റെ ചെയർമാനായിട്ടിരുന്നപ്പോൾ വളരെയധികം ഈ ട്രേഡ് യൂണിയന്റെ പ്രശ്നങ്ങൾ, ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡായിരുന്നു ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു ക്ഷേമനിധി ബോർഡാണ് ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡ്. അവിടെ ഈ തൊഴിലാളികളുടെ സമരങ്ങൾ വളരെ കൂടുതലായിട്ട് എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് ഒരു ഇച്ഛാശക്തി ഇതിനെല്ലാത്തിനകത്തും മാറ്റം വരുത്തി പുതിയ ബിസിനസ് സംരംഭങ്ങൾ കൊണ്ടുവരിക, കേരളത്തിൽ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുക, പരമാവധി